പക്ഷാഘാതം ബാധിച്ച് ശരീരത്തിന്റെ വലതുഭാഗം തളർന്ന വിൽപ്പനക്കാരിൽ നിന്ന് 74 ഭാഗ്യക്കുറി ടിക്കറ്റുകൾ തട്ടിയെടുത്ത് ക്രൂരത. പാലക്കാട് കൊടുവായൂർ ചെമ്പോലത്ത് കുളമ്പിലെ എം മുരളീധരന്റെ ടിക്കറ്റുകളാണ് അജ്ഞാതർ തട്ടിയെടുത്തത്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കൊടുവായൂരിൽ വെച്ച് 80ഓളം ടിക്കറ്റുകൾ, ലോട്ടറി വിൽപ്പനക്കാരൻ്റെ 80ഓളം ടിക്കറ്റുകൾ ആയി തമിഴ്നാട് സ്വദേശി എന്ന് കരുതപ്പെടുന്ന വ്യക്തി കടന്നു കളയുന്ന സാഹചര്യമുണ്ടായി. ആ വൃദ്ധൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? വൈകിട്ട് ലോട്ടറി എടുത്ത് ബുക്കാൻ പോയി. അപ്പോൾ ഫസ്റ്റ് കൊടുത്തത് ഇയാൾക്കാണ്. ലോട്ടറി വേണമെന്ന് ചോദിച്ചു, വേണം പറഞ്ഞു. അതിൽ 4 ലോട്ടറി എടുത്തു. ബാക്കി 200 റുപ്യയും തന്നു. ബാക്കി കൊടുക്കാൻ നേരത്താണ് ഇയാൾ മാറ്റിയത്. 4 ലോട്ടറി പുതു വെച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. ബാക്കി 40 കൊടുത്തു. ബേക്കറി പോയപ്പോൾ ഇത് പഴയതാണെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക്? 2960. നിങ്ങൾ ഓരോ ദിവസത്തെ ഈ പൈസ കൂട്ടിയിട്ടാണ് അടുത്ത ദിവസം വാങ്ങിക്കുന്നത് അല്ലേ? അതെ. ഇന്നലെ എന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല? ഒന്നിനും പോയില്ല, മുനിയാന്നും പോയില്ല. ഇയാളെ മുൻപ് പരിചയമുള്ള ആളല്ല? ഇല്ല. എന്താ സംസാരിച്ചത്? തമിഴ്. ബൈക്കിലാ വന്നത് അല്ലേ? ആക്റ്റീവാ. ഉടനെ തന്നെ കടന്നു കളയായിരുന്നു അവിടുന്ന്? അതെ. നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ലോട്ടറി നഷ്ടമായിട്ടുണ്ടോ? ലോകത്തെ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ 2000 റുപ്യ നഷ്ടപ്പെട്ടു. അത് കോട്ടയിൽ നിന്ന് വെച്ചു. ഇത് ഇങ്ങനെ ആദ്യമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടല്ലേ? പക്ഷാഘാതം ബാധിച്ചത്? അതെ. പച്ചക്കറിക്ക് കച്ചവടമായിരുന്നു. വണ്ടി ഓട്ടാൻ പറ്റാണ്ടായപ്പോൾ ലോട്ടറി നടന്ന് മുക്കുകയാണ്. ഇദ്ദേഹത്തോട് കാണിച്ചത് വളരെ വലിയൊരു ക്രൂരത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ലോട്ടറി എടുത്ത ആള് ഒരുപക്ഷെ ഇതൊക്കെ കാണുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. അവരെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ജീവിതം കണ്ടെത്തുന്ന ആളുകളാണ്, ഉപജീവനം കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുക. എന്തായാലും പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ അവരെത്തിയിരിക്കുകയാണ്. പോലീസിൽ പരാതി നൽകാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ അതിൻ്റെ നടപടികൾ പോലീസ് സ്വീകരിച്ചു പോരുകയുമാണ്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.